നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാർത്തോമൻ സംഘത്തെ അട്ടിമറിക്കാൻ ചിലർ ശ്രമിച്ച കഥ പറഞ്ഞ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള സംഗമത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. VIP-കളെ വിൽക്കാൻ ചിലർ ശ്രമിച്ചെന്നാണ് ഗവർണർ ശ്രീധരൻപിള്ളയുടെ ആരോപണം. പത്തനംതിട്ടയിൽ BJP സ്ഥാനാർത്ഥിയായി ശ്രീധരൻപിള്ള മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾ സജീവമാകുന്നതിനിടയിലാണ് അദ്ദേഹത്തിന്റെ പരാമർശം. ഇതിനിടെയാണ് മാർത്തോമ സഭയുടെ വേദിയിൽ ശ്രീധരൻപിള്ള ചിലത് പറഞ്ഞതും. മാർത്തോമ സഭയെ ചേർത്ത് നിർത്താൻ കൂടിയുള്ള ശ്രമമാണിത് എന്ന വാർത്തയുമുണ്ട്. രണ്ട് ഗവർണർമാർ ഒരുമിച്ച് പങ്കെടുക്കുന്ന പരിപാടികൾക്ക് സാങ്കേതിക തടസ്സങ്ങളുണ്ടെന്നും ഉപരാഷ്ട്രപതി ഈ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് സമ്മതിച്ചുവെങ്കിലും ദൗർഭാഗ്യവശാൽ നടന്നില്ല. ഈ സഭയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാളെ ക്രിമിനൽ കേസിൽ പെടുത്തിയിരുന്നു. അതിന്റെ FIR കോപ്പികൾ ഉപരാഷ്ട്രപതിയുടെ ഓഫീസിലെത്തിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ വരവ് തടഞ്ഞു. കേരള ഗവർണറുടെ ഓഫീസിലും ഈ FIRന്റെ കോപ്പികൾ എത്തിക്കാൻ ശ്രമിച്ചു. ഉറുമ്പിനെ പോലും നോവിക്കാത്തയാളെയാണ് കള്ളക്കേസിൽ പെടുത്തിയത് എന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. കാരുണ്യമെന്നാണ് ദൈവത്തിന്റെ പേരെന്ന് വിശ്വസിക്കുന്നയാളോടാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയാൻ കത്തോലിക്ക ബാവ ജാതി മത ചിന്തകൾക്കതീതമായി കാരുണ്യ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത്. ഗവർണറായ ശേഷം 28 ദീനദയാ പദ്ധതികൾ, അതായത് ചാരിറ്റി പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. പൈതൃകവും വിശ്വാസവും പരസ്പര പൂരകങ്ങളായി ബാവ പുതിയ തലമുറയ്ക്ക് കൈമാറുന്നു എന്നും ശ്രീധരൻപിള്ള കൂട്ടിച്ചേർത്തു. എല്ലാ അർത്ഥത്തിലും സഭയുടെ വിശ്വാസം നേടിയെടുക്കാനുള്ള ശ്രമമാണ് ശ്രീധരൻപിള്ള നടത്തിയത് എന്നാണ് വിലയിരുത്തൽ. ഇതേ വേദിയിൽ ചർച്ച് ബില്ല് കൊണ്ടുവന്ന സഭാ സ്വാതന്ത്ര്യവും തനിമയും നഷ്ടപ്പെടുത്താമെന്ന് വിചാരിക്കുന്നവർ മൂഢ സ്വർഗത്തിലാണ് എന്ന് ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയാൻ കത്തോലിക്ക ബാവ പറഞ്ഞതും ചർച്ചയിലുണ്ട്. സമാധാന ചർച്ചകൾക്ക് സഭ തയ്യാറാണ്. എന്നാൽ സഭയുടെ അസ്ഥിവാരം തോണ്ടുന്ന തരത്തിലുള്ള ചർച്ചകൾക്ക് കൂട്ടുനിൽക്കാനാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു. കോട്ടയത്ത് നടന്ന മാർത്തോമ പൈതൃക സംഗമം സമ്മേളനത്തിൽ അധ്യക്ഷ പ്രസംഗം നിർവഹിക്കുകയായിരുന്നു കത്തോലിക്ക ബാവ. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ വേദിയിൽ ഇരുത്തിയായിരുന്നു ആവശ്യം ഉന്നയിക്കൽ. സുപ്രീം കോടതി വിധിക്കുമേൽ സർക്കാർ നിയമം കൊണ്ടുവന്നാൽ അംഗീകരിക്കുമെന്ന് കത്തോലിക്ക ബാവ ഗവർണറോട് ആവശ്യപ്പെട്ടു. സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ മലങ്കര സഭയ്ക്ക് കീഴിലെ 1662 പള്ളികളും 1934 ഭരണഘടന അനുസരിച്ച് ഭരിക്കപ്പെടണം. ഈ വിധി നടപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സ്വാതന്ത്ര്യത്തിനായി 145 വർഷം നിയമയുദ്ധം നടത്തിയവരാണ് വിശ്വാസികൾ. ഇതിൽ വെള്ളം ചേർക്കുന്ന നടപടികൾ അനുവദിക്കില്ല എന്നും ബാവ പറഞ്ഞു. മന്ത്രിമാരായ VN വാസവനും വീണ ജോർജും വേദിയിലിരിക്കുമ്പോഴായിരുന്നു ഗവർണറോടുള്ള കത്തോലിക്ക ബാവയുടെ അഭ്യർത്ഥന. നിയമം പാലിക്കുമെന്നായിരുന്നു കത്തോലിക്ക ബാവയുടെ ആവശ്യത്തോട് ഗവർണറുടെ പ്രതികരണം. നിയമം അനുസരിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. നിയമവും ഭരണഘടനയും അനുസരിച്ച് പ്രവർത്തിക്കാൻ ഗവർണറായ തനിക്ക് പോലും ഉത്തരവാദിത്തമുണ്ട്. ഭരണഘടനയനുസരിച്ച് സത്യപ്രതിജ്ഞ ചെയ്തവർക്ക് ഇതിൽ കൂടുതൽ ഉത്തരവാദിത്തമുണ്ടെന്നും ഗവർണർ ഊന്നിപ്പറഞ്ഞു.